Good morning, dear friends. Once again, welcome back to my channel. +1 ബിസിനസ് സ്റ്റഡീസ് ഇംപ്രൂവ്മെന്റ് എക്സാമിനായിട്ട് തീവ്രമായി പഠിച്ചൊരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി മുൻ വർഷത്തെ 10 വർഷങ്ങളുടെ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചാപ്റ്റർ വൈസ് അനാലിസിസ് നടത്തി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന വീഡിയോയാണിത്. ഈ വീഡിയോ കാണുകയും ഇതിൽ പറഞ്ഞതുപോലെ പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും വാങ്ങാം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ വീഡിയോ സീരീസ് ഇത് 11ാമത്തെ വീഡിയോ ആണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ഭാഗത്ത് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ഒപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടൻസിയുടെയും ബിസിനസ് സ്റ്റഡീസിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് ഇംപ്രൂവ്മെന്റ് എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മുഴുവൻ മാർക്കും വാങ്ങാനായിട്ട് നിങ്ങളെ സഹായിക്കും. പാഠഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ചാപ്റ്റർ 2 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ 3 വീഡിയോകളായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം സോൾ പ്രൊപ്രൈറ്റർഷിപ്പും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസിനെ കുറിച്ചും അവയുടെ മുൻവർഷത്തെ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗമാണ് ചാപ്റ്റർ 2വിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. പാർട്ണർഷിപ്പ് ബിസിനസ്സും കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും അവയുടെ ചാപ്റ്റർ വൈസ് അനാലിസിസും ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചാപ്റ്റർ സമ്മറിയിലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ സമ്മറി. പാർട്ണർഷിപ്പ്, അതിന്റെ അർത്ഥം എന്താണ്? പാർട്ണർഷിപ്പ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് 2 or more persons who agree to jointly pursue a business actively. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 അതിലധികമോ വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്, അസോസിയേഷൻ ആണ്. അസോസിയേഷൻ മാത്രമായിരുന്നാൽ പോരാ. ഹു അഗ്രീസ് ടു ജോയിന്റ്ലി പെർസ്യൂ എ ബിസിനസ് ആക്ടിവിറ്റി. ബിസിനസ് അവർ കൂട്ടായിട്ട് ചെയ്തു കൊള്ളാം എന്നുള്ള എഗ്രിമെന്റും അതിലുണ്ടാവണം. അതാണ് പാർട്ണർഷിപ്പിന്റെ അർത്ഥം. ദ പേഴ്സൺസ് ഹു ഫോംസ് എ പാർട്ണർഷിപ്പ് ആർ ഇൻഡിവിജ്വലി നോൺ ആസ് പാർട്ട്നേഴ്സ്. പാർട്ണർഷിപ്പ് ഫേമിലെ ഓരോ വ്യക്തികളെയും വ്യക്തിഗതമായി പാർട്ട്നേഴ്സ് എന്നറിയപ്പെടും. അവരെ ഒന്നിച്ചു ചേർത്താൽ ഈ വ്യക്തികളെ എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് ഫേം എന്ന് വിളിക്കപ്പെടും. വ്യക്തികളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരെ വ്യക്തിഗതമായിട്ട് വിളിക്കുന്നത് പാർട്ട്നേഴ്സ് എന്നും, അവരെ ഒത്തുചേർന്ന് ഒന്നിച്ച് വിളിച്ചാൽ ഫേം എന്നും ആണ് വിളിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് പോകാം. ഡെഫിനിഷൻ ഓഫ് പാർട്ണർഷിപ്പ്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 defines a partnership as the relation between persons who have agreed to share the profits of a business carried on by all or any one of them acting for all. പാർട്ണർഷിപ്പ് എന്നത് അതിന്റെ നിർവചനം ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ആണ് അതിനെ നിർവചിച്ചിരിക്കുന്നത്. 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ പാർട്ണർഷിപ്പിനെ കുറിച്ചുള്ള നിർവചനം, പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. ബന്ധമാണ്. അതിനുപരി ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ്. അവര് ബിസിനസിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്തു കൊള്ളാം എന്നുള്ള ഉറപ്പ്. ക്യാരിഡ് ഓൺ ബൈ ഓൾ. എല്ലാവർക്കും വേണ്ടി പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ വേണേ വന്ന് ബിസിനസ് നടത്താം. 2 or 3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ 3 പേരും അവരുടെ വർക്കുകൾ ഷെയർ ചെയ്തോ മൊത്തമായോ പാർട്ട്ണർഷിപ്പിൽ വന്ന് സ്ഥാപനം നടത്തുന്നതിന് സഹായിക്കാം. അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് ഒരാളെ അതിനായി ചുമതലപ്പെടുത്താം. അദ്ദേഹത്തിന് പാർട്ണർഷിപ്പ് ഫേം നടത്താനുള്ള അനുമതി കൊടുത്തുകൊണ്ട് എല്ലാവരും കൂടെ ഒരാളെ ചുമതലപ്പെടുത്തി ഒരു പാർട്ട്ണറെ ചുമതലപ്പെടുത്തി അത് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനമായ കാരണം
വ്യക്തികൾ തമ്മിലുള്ള കൂട്ടായ്മയും ഒപ്പം അവരെ പ്രോഫിറ്റ് ഷെയർ ചെയ്തിരിക്കണം എന്നുള്ള എഗ്രിമെന്റും ആണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ഒന്ന്, മെമ്പർഷിപ്പ്. പാർട്ണർഷിപ്പിലുള്ള അംഗങ്ങളുടെ എണ്ണം. പാർട്ണർഷിപ്പിലെ അംഗങ്ങളുടെ എണ്ണം മിനിമം 2 പേര് വേണം ഒരു പാർട്ണർഷിപ്പ് ഫാം തുടങ്ങണമെങ്കിൽ. ഒരു പാർട്ണർഷിപ്പ് ഫാം ആരംഭിക്കണമെങ്കിൽ പാർട്ട്നേഴ്സ് മിനിമം 2 പേരും മാക്സിമം 50 പേരുമെന്നാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. 2013 കമ്പനീസ് ആക്ടില് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് 100 എന്നും പിന്നീട് 2014 ആയപ്പോൾ പ്രത്യേകമായ റൂള്, മിസ്ലേനിയസ് റൂൾസ് 2014 എന്ന റൂള് കൊണ്ടുവന്ന് റൂൾ 10 ആണത്. മിസ്ലേനിയസ് റൂൾ 10 2014 പറയുന്നത് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ മാക്സിമം 50 പേര് മാത്രമേ ഉൾപ്പെടുത്താവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണയായി കൺഫ്യൂഷൻ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ മാക്സിമം 50 പേരാണ്. റൂൾ 10 മിസ്ലേനിയസ് റൂൾ 2014, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. 2013 കമ്പനീസ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം 2014 അഡീഷണൽ റൂള് റൂൾ 10 മിസ്ലേനിയസ് റൂൾസ് 2014 എന്ന് പറഞ്ഞ് പാർട്ണർഷിപ്പ് ഫേമിലെ മാക്സിമം അംഗങ്ങളുടെ എണ്ണം 50 നിജപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിയ റൂളാണ് 2014. എഗ്രിമെന്റ്. രണ്ടാമത്തെ കാര്യം എഗ്രിമെന്റ്. എഗ്രിമെന്റ് 2 തരത്തിലാവാം. ഒന്ന് റിട്ടൺ ആവാം, ഓറൽ ആവാം. റിട്ടൺ എഴുതപ്പെട്ടതും ഓറൽ വാക്കാലുള്ളതുമാണ്. കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് റിട്ടൺ എഗ്രിമെന്റിനാണ്. മൂന്നാമതായി പറയുന്നു ലോഫുൾ ബിസിനസ്. നിയമസാധുതയുള്ള എന്ന അർത്ഥമാക്കുന്നു. നിയമസാധുത, ലീഗൽ ബിസിനസ് എന്ന് വിശേഷിപ്പിക്കാം. ബിസിനസ് മസ്റ്റ് ബി പ്രോഫിറ്റ് സീക്കിംഗ് ആൻഡ് ലീഗൽ. ബിസിനസ് ലാഭ പ്രതീക്ഷിതവും നിയമപരവുമായിരിക്കണം. ഇന്ത്യയിലാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾക്ക് അനുസരിച്ച് വേണം സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ. നാലാമത്തത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്സ്. പ്രോഫിറ്റ്സ് ഓർ ലോസ് മസ്റ്റ് ബി ഷെയർഡ്. പാർട്ണർഷിപ്പിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്നാണ്, ഡെഫിനിഷനിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്, പാർട്ട്നേഴ്സ് നിർബന്ധമായും അവരുടെ ലാഭനഷ്ടങ്ങൾ പങ്കിട്ടിരിക്കണമെന്ന്, ഷെയർ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അഞ്ചാമത്തത് അൺലിമിറ്റഡ് ലയബിലിറ്റി. പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നുകൂടി ഈ സ്ഥാപനത്തിന്റെ ബാധ്യത പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന്, സ്വകാര്യ സ്വത്തിൽ നിന്നും ഈടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വകാര്യ സ്വത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ബാധ്യത പാർട്ട്നേഴ്സിന്റെ സ്വകാര്യ സ്വത്തുക്കളിൽ നിന്നും ഈടാക്കും എന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത മ്യൂച്വൽ ഏജൻസി. പാർട്ട്നേഴ്സ് പരസ്പരം ഒരു ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഒരു പാർട്ട്ണർ ഏജന്റ് ആകുമ്പോൾ മറ്റേയാള് പ്രിൻസിപ്പൽ എന്നും, തിരിഞ്ഞ് ഒരു പാർട്ട്ണറെ പ്രിൻസിപ്പലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ മറ്റു പാർട്ട്നേഴ്സ് എല്ലാം അവരുടെ ഏജന്റ് ആയിട്ടും വർക്ക് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു മനപ്പൊരുത്തം, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവണം എന്നതുകൊണ്ടാണ് മ്യൂച്വൽ ഏജൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. പാർട്ട്നേഴ്സും ഫേമും സെപ്പറേറ്റ് ആക്കിയാൽ, ഓരോ പാർട്ട്ണർക്കും സെപ്പറേറ്റ് പോയി പറഞ്ഞാൽ ഒരു നിയമപരമായ നിലനിൽപ്പ് ഇല്ല. പാർട്ട്ണർഷിപ്പ് ഫേമിനകത്ത് നിൽക്കുമ്പോഴാണ് പാർട്ട്നേഴ്സും സ്ഥാപനവും ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ളത്. രജിസ്ട്രേഷൻ. പാർട്ട്ണർഷിപ്പിന്റെ രജിസ്ട്രേഷൻ നോട്ട് എ കമ്പൽസറി. നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, നിർബന്ധമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. നോട്ട് കമ്പൽസറി, ഇറ്റ് ഈസ് ആൻ ഓപ്ഷണൽ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് കടക്കാം. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിന്റെ നേട്ടങ്ങളും പാർട്ണർഷിപ്പിന്റെ കോട്ടങ്ങളും പോരായ്മകളും എന്തൊക്കെയാണ്? ഒന്ന്, ഈസി ടു ഫോം ആൻഡ് ഡിസോൾവ്. ഈസി ടു ഫോം ആൻഡ് ഡിസോൾവ്. രൂപീകരിക്കുന്നതിനും പിരിച്ചുവിടുന്നതിനും വലിയ ബുദ്ധിമുട്ടുകളൊന്നും പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത് ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഒന്നിലധികം പാർട്ട്നേഴ്സ് പ്രവർത്തിക്കുന്നതിനാൽ തീരുമാനമെടുക്കുന്നതിനായിട്ട്
സഹായകമാണ്. ഇവരുടെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തീരുമാനം ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ട്നേഴ്സിന് ഒന്നിലധികം പേരുള്ളതിനാൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ സോൾ പ്രൊപ്രൈറ്ററെ അപേക്ഷിച്ച് അദ്ദേഹം ഒറ്റയ്ക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ സാധ്യതകൾ ക്യാപിറ്റലിന്റെ കേസിൽ ഇവിടെ പാർട്ണർഷിപ്പ് ഫോമിൽ ഉണ്ടാവും. സോൾ പ്രൊപ്രൈറ്റർ ഒറ്റയ്ക്ക് കൊണ്ടുവരണം. പാർട്ണർഷിപ്പിലാകുമ്പോൾ ഒന്നിലധികം പാർട്ട്നേഴ്സ് കൊണ്ടുവരുന്ന ക്യാപിറ്റൽ വെച്ച് കൂടുതൽ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്നു. അടുത്തത് ഷെയറിംഗ് ഓഫ് റിസ്ക് ഷെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉള്ളത് കൊണ്ട് നഷ്ടസാധ്യതയെ ഷെയർ ചെയ്യുവാനായിട്ട് സാധ്യത കൂടുതലാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ അദ്ദേഹം ഒറ്റയ്ക്ക് മുഴുവൻ നഷ്ടസാധ്യതകളും ഏൽക്കേണ്ടി വരുന്നു. അതേസമയം ഇവിടെ കൂടുതൽ പേരുള്ളതിനാൽ, ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉള്ളതിനാൽ ഷെയർ ചെയ്യുന്നത് കുറച്ചുകൂടെ അവരുടെ നഷ്ടസാധ്യത കുറയ്ക്കുമെന്നുള്ളതാണ് ഗുണം. അടുത്തത് മെയിൻറ്റെയിൻ സീക്രസി. പാർട്ണർഷിപ്പ് ഫേമിലെ അവരുടെ ബിസിനസിന്റെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു. ഡിവിഷൻ ഓഫ് ലേബർ. കാരണം ഒന്നിലധികം പേരുള്ളത് കൊണ്ട് എല്ലാ വർക്കും കൂടെ ഒരാൾ ചെയ്യാതെ, അപ്പോൾ അത് ബുദ്ധിമുട്ടാകാതെ എല്ലാവരും കൂടെ ഷെയർ ചെയ്യുന്ന ഒരവസ്ഥ. ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളത് ഒരു പോരായ്മയാണ്. പാർട്ണർഷിപ്പ് സ്ഥാപനം നഷ്ടത്തിൽ ഓടുകയാണെങ്കിൽ ആ നഷ്ടത്തിൽ നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ പാർട്ട്നേഴ്സിന്റെ സ്വകാര്യ സ്വത്തിൽ നിന്നുകൂടി ആ നഷ്ടം ഈടാക്കുമെന്നുള്ളത് ഒരു വലിയ ബാധ്യതയാണ്. അതുപോലെ തന്നെ ലിമിറ്റഡ് റിസോഴ്സസ്. ഈ പാർട്ട്നേഴ്സിന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ബിസിനസിന്റെ സ്വന്തമായ നടത്തിപ്പിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് പുറമേ നിന്ന് അവരെ സാധ്യതകൾ കണ്ടെത്തുക കുറവാണ്. അതുകൊണ്ട് ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് വിശേഷിപ്പിക്കുന്നത് പുറവിട ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ട്നേഴ്സിന്റെ കയ്യിലുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ അതിനുള്ള സാധ്യത പുറത്തുനിന്ന് ലഭ്യമാകുക കുറവാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്. തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കാരണം പലരും കൂടിയാൽ തർക്കത്തിനുള്ള സാധ്യത വളരെയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും തർക്കങ്ങൾ ഉണ്ടാകുകയും അത് വഴക്കിന് കാരണമാകുകയും ചെയ്യുന്ന ഒരവസ്ഥ സാധ്യത ഉണ്ടെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഇങ്ങനെ തർക്കങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ബിസിനസ് മുന്നോട്ട് തുടർന്നു പോകാൻ സാധ്യത കുറവ് വരും. അതാണ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. അതായത് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് നടത്തുമ്പോൾ പബ്ലിക് കോൺഫിഡൻസ്, അതായത് പൊതുജനത്തിന് അല്ലാതെയും ഒരു സ്വതന്ത്രമായ ബലം, ആത്മബലം കുറവായിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല അതിലുള്ള ആളുകൾക്ക്. കാരണം ആരാണോ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിരിക്കുന്നത് അയാൾക്ക് അഭിപ്രായങ്ങൾ പറയുകയും ഓണർഷിപ്പ് അയാളുടെ കൈവശമുള്ളൂ. വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ ഈ വാലിഡിറ്റി, പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ണർഷിപ്പ് ഡീഡിന്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യാൻ അനുവാദമില്ല. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. വ്യത്യസ്തമായ പാർട്ട്നേഴ്സ്, വ്യത്യസ്ത തരം പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് ആക്റ്റീവ് പാർട്ട്നേഴ്സ്. ആക്റ്റീവ് പാർട്ട്നേഴ്സിന്റെ പ്രത്യേകത അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, ബിസിനസിന്റെ പ്രധാന പ്രവർത്തനങ്ങളിലെല്ലാം ആക്റ്റീവായിട്ട് പങ്കെടുക്കും, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യും, അദ്ദേഹത്തിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ആക്റ്റീവ് പാർട്ട്ണറുടെ പ്രത്യേകതയാണ്. മൂലധനം കൊണ്ടുവരികയും ബിസിനസിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ലാഭനഷ്ടങ്ങൾ ഷെയർ ചെയ്യുകയും ബാധ്യത അൺലിമിറ്റഡ് ആയിരിക്കും. രണ്ടാമത്തെ കേസ് സ്ലീപ്പിംഗ് ഓർ ഡോർമെന്റ് പാർട്ട്നേഴ്സ്. അവരും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, പക്ഷേ ആക്റ്റീവായിട്ട് ബിസിനസ്സിൽ ഇടപെടുകയില്ല. പ്രോഫിറ്റ് ഷെയർ ചെയ്യും, ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. സ്ലീപ്പിംഗ് അഥവാ ഡോർമെന്റ് പാർട്ട്നേഴ്സ് എന്നറിയപ്പെടുന്നത്. സീക്രട്ട് പാർട്ട്നേഴ്സ്. ഇവരുടെ പ്രത്യേകത ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഡസ് നോട്ട് റിവീൽ ഹിസ് അസോസിയേഷൻ ഓഫ് അതായത് പാർട്ട്ണർഷിപ്പിൽ ഇദ്ദേഹം ഉണ്ട് എന്നുള്ളത് പബ്ലിക്ക് അറിയത്തില്ല. അദ്ദേഹം അങ്ങനെ കോമൺ ആയിട്ട് അങ്ങനെ ഇടപെടുകയൊന്നുമില്ല. പ്രോഫിറ്റ് ഷെയർ ചെയ്യും, ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അടുത്ത നോമിനൽ പാർട്ട്നേഴ്സ്. അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ല, ബിസിനസിന്റെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായിട്ട് ഇടപെടാറില്ല, ലാഭനഷ്ടങ്ങൾ ഷെയർ ചെയ്യാറുമില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അടുത്തത് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. ഇദ്ദേഹവും
ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ല, ബിസിനസിന്റെ ആക്റ്റീവായ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ല, ലാഭനഷ്ടങ്ങൾ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, ബാധ്യത അൺലിമിറ്റഡ് ആണ്. അതാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട്, ഇവരുടെ പ്രത്യേകത അവരെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ല, ബിസിനസിന്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായിട്ട് ഇടപെടാറില്ല, ലാഭനഷ്ടങ്ങൾ ഷെയർ ചെയ്യാറില്ല, അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അടുത്ത മൈനർ പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ബിസിനസിന്റെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാറില്ല, ലാഭനഷ്ടം ഷെയർ ചെയ്യുന്നുണ്ട്, ലാഭം ഷെയർ ചെയ്യുന്നുണ്ട്, നഷ്ടം അദ്ദേഹത്തിന് വേണ്ടി വരില്ല. മൈനർ പാർട്ട്ണർ ആയതിനാൽ ഷെയർ ചെയ്യേണ്ടി വരില്ല അദ്ദേഹത്തിന്റെ, പക്ഷേ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്. ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്, രണ്ട് തരം പാർട്ണർ, അതായത് പാർട്ണർഷിപ്പിന്റെ ഡ്യൂറേഷൻ അനുസരിച്ചും അതിന്റെ ദൈർഘ്യം അനുസരിച്ചും ബാധ്യതകളുടെ അടിസ്ഥാനത്തിൽ പാർട്ണർഷിപ്പിന് ഡ്യൂറേഷന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ടും ബാധ്യതകളുടെ അടിസ്ഥാനത്തിലും രണ്ടായിട്ട് തിരിക്കാം. ഡ്യൂറേഷന്റെ അടിസ്ഥാനത്തിൽ രണ്ട്, പാർട്ണർഷിപ്പ് അറ്റ് വിൽ ആൻഡ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്, അങ്ങനെ രണ്ടെണ്ണം. ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാം, ജനറൽ പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. ഇനി പാർട്ണർഷിപ്പ് അറ്റ് വിൽ, പാർട്ണർഷിപ്പ് ഫോംഡ് വിത്തൗട്ട് എ സ്പെസിഫൈങ് ടൈം ഓഫ് ദി ഓപ്പറേഷൻ ഈസ് നോൺ ആസ്, കേട്ടോ, പാർട്ണർഷിപ്പിന് തുടങ്ങുമ്പോൾ അതിനെ ഇത്ര കാലയളവ് എന്ന് വിശേഷിപ്പിക്കാതെ തുടങ്ങുന്നതാണ്. എത്ര കാലം കൊണ്ട് നമ്മൾ തുടങ്ങണമെന്നില്ല, അതിനൊരു സ്പെസിഫിക് ടൈം പറയാതെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറയുന്നത്. പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഫോംഡ് ഫോർ ആൻ അണ്ടർടേക്കിംഗ് എ പർട്ടിക്കുലർ വെഞ്ചർ ഫോർ എ സ്പെസിഫൈഡ് ടൈം പീരീഡ് ഈസ് നോൺ ആസ് പർട്ടിക്കുലർ. അതായത് ഒരു നിശ്ചിത സമയ കാലയളവിനുള്ളിൽ നമ്മുടെ പാർട്ണർഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കും. 10 വർഷത്തേക്ക്, 5 വർഷത്തേക്ക് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് തീരുന്നിടം വരെ എന്നൊക്കെ പറയുന്നതാണ് പാർട്ണർഷിപ്പ്, പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ജനറൽ പാർട്ണർഷിപ്പ്? ദ പാർട്ണർഷിപ്പ് വിച്ച് ലയബിലിറ്റി ഓഫ് ദി ഓൾ മെമ്പേഴ്സ് ഈസ് അൺലിമിറ്റഡ്. എല്ലാ അംഗങ്ങളുടെയും ബാധ്യതകൾ അൺലിമിറ്റഡ് ആണെങ്കിൽ, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ അത് ജനറൽ പാർട്ണർഷിപ്പ് എന്ന് അറിയപ്പെടും. എന്താണ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ്? ലിമിറ്റഡ് പാർട്ണർഷിപ്പില് ഒരാളുടെ ലയബിലിറ്റി അൺലിമിറ്റഡും ബാക്കിയുള്ളവരുടെ എല്ലാം ലിമിറ്റഡ് മതി. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പാർട്ട്ണറുടെ ലയബിലിറ്റി അൺലിമിറ്റഡും ബാക്കി എല്ലാവരുടെയും ലയബിലിറ്റി ലിമിറ്റഡും ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്? പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടൺ അഗ്രിമെന്റ് which specifies the terms and conditions that governs the partnership. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ അഗ്രിമെന്റ് ആണ്, which specifies, അതിനകത്ത് പാർട്ണർഷിപ്പിന്റെ ടേംസും കണ്ടീഷൻസും കൃത്യമായി നിർവചിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ്സ് എന്താണ്, പ്രത്യേകതകൾ എന്താണ്, പാർട്ണർഷിപ്പിന്റെ ഉള്ളടക്കം എന്താണ്? കണ്ടന്റ്സ്, ഉള്ളടക്കം, പാർട്ണർഷിപ്പിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇത് മനപ്പാടമാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, മനപ്പാടമാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് കണ്ടന്റ്, ഒന്നാമത്തെ കണ്ടന്റ് മീൻസ് ഉള്ളടക്കം, പാർട്ണർഷിപ്പിനകത്തുള്ള ഉള്ളടക്കം. പാർട്ണർഷിപ്പ് ഡീഡിനകത്തുള്ളത് എന്തൊക്കെയാണ്, എന്ത് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, നെയിം ഓഫ് ദി ഫേം, സ്ഥാപനത്തിന്റെ പേര്. രണ്ട്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഓൾ പാർട്ട്നേഴ്സ്, സ്ഥാപനത്തിലെ എല്ലാ പാർട്ട്നേഴ്സിന്റെയും പേരും അവരുടെ അഡ്രസ്സും വിവരങ്ങളും ഉണ്ടാവണം. ബിസിനസിന്റെ സ്വഭാവം, ഏത് തരം ബിസിനസ് ആണ് നടത്തുന്നത്, ഫിനാൻസിങ് ആണോ, ട്രേഡിംഗ് ആണോ, നോൺ ട്രേഡിംഗ് ആണോ എന്നൊക്കെയുള്ളതാണ് നേച്ചർ ഓഫ് ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നിർബന്ധമായും പറഞ്ഞിരിക്കണം, പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറഞ്ഞിരിക്കണം. പിന്നെ പ്രത്യേകം പറയേണ്ടത് റൈറ്റ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിന്റെ ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ, അവകാശങ്ങൾ, ബാധ്യതകൾ എന്നതിനെ കുറിച്ചൊക്കെ ബോധ്യത ഉറപ്പു നൽകുന്നവയായിരിക്കണം പാർട്ണർഷിപ്പ് ഡീഡ്. അടുത്ത, മെത്തേഡ്സ് ഓഫ് സോൾവിംഗ് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ ഉണ്ടായാൽ അതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള കാര്യവും അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഉപകാരപ്പെടുന്നതാണ്. ഇനി പാർട്ണർഷിപ്പിന്റെ രജിസ്ട്രേഷനുമായി സംബന്ധിച്ച കാര്യങ്ങൾ. രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. അണ്ടർ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932, രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം ഈസ് നോട്ട് എ കമ്പൽസറി, ഇറ്റ് ഈസ് ഓപ്ഷണൽ. 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിർബന്ധിതമല്ല, ഓപ്ഷണൽ ആണ്. അതിന്റെ സ്റ്റെപ്സ്, പ്രൊസീജിയർ, ഇനിയും രജിസ്ട്രേഷൻ നടത്തുവാണെങ്കിൽ നന്നായിരിക്കും. അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ.
ഒന്ന് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കേണ്ട നെയിം ഓഫ് ദി ഫേം, ലൊക്കേഷൻ ഓഫ് ദി ഫേം, നെയിം ആൻഡ് അതർ പ്ലേസസ് വെയർ ദ ഫേം ക്യാരീസ് ഓൺ ദ ബിസിനസ്. അതായത് ബിസിനസ്സിന് ഏതൊക്കെ സ്ഥലത്ത് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. പിന്നെ പറയുന്ന ഡേറ്റ് വെൻ ഈച്ച് ഓഫ് പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്നേഴ്സും ബിസിനസ്സിൽ ജോയിൻ ചെയ്ത ഡേറ്റ് എന്താണ്, നെയിം, പാർട്ട്നേഴ്സിന്റെ അഡ്രസ്സ്, അവരുടെ പേരും അഡ്രസ്സും, ബിസിനസ്സിന്റെ പാർട്ട്ണർഷിപ്പിന്റെ കാലാവധി എത്ര വർഷത്തേക്കാണെന്നുള്ളത്. രണ്ടാമതായിട്ട് പറയുന്നു പാർട്ട്ണർഷിപ്പിന്റെ ഈ രജിസ്ട്രേഷന് വേണ്ട ഫീസ് അടയ്ക്കുക, രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ ഫീസ് അടയ്ക്കുക. അപ്പോൾ അവിടെ നിന്ന് മൂന്നാമതായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി പാർട്ട്ണർഷിപ്പ് നോൺ രജിസ്ട്രേഷൻ ഓഫ് എ ഫേം, അതായത് രജിസ്ട്രേഷൻ നടത്താതിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അവിടെ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഒന്ന്, എ പാർട്ട്ണർ ഓഫ് ദി ഫേം കാനോട്ട് ഫയൽ എ സ്യൂട്ട് എഗൈൻസ്റ്റ് ദ ഫേം ഓർ അതർ പാർട്ട്നേഴ്സ്. ഈ രജിസ്ട്രേഷൻ നടത്താത്ത സ്ഥാപനങ്ങളിലെ പാർട്ട്നേഴ്സിന് സ്ഥാപനത്തിനെതിരെയോ മറ്റു പാർട്ട്നേഴ്സിനെതിരെയോ കേസ് കൊടുക്കാൻ അനുവാദമില്ല. ഫേം കനോട്ട് ഫയൽ കേസ് അഗൈൻസ്റ്റ് ദ പാർട്ട്ണർ, ഫേമിന് പാർട്ട്നേഴ്സിനെതിരെ കേസ് കൊടുക്കാൻ അനുവാദമില്ല. ഫേംസ് ഫയൽസ് എ സ്യൂട്ട് അഗൈൻസ്റ്റ് തേർഡ് പാർട്ടീസ്, ഫേമിന് മറ്റുള്ളവർക്കെതിരെ തേർഡ് പാർട്ടിക്കെതിരെ കേസ് കൊടുക്കാനും അനുവാദമില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലേ കേസ് കൊടുക്കുവാനും കേസിൽ ഉൾപ്പെടുവാനും ഒക്കെയുള്ള അനുവാദം ഉണ്ടാകുകയുള്ളൂ. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അടുത്തത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി? കോഓപ്പറേറ്റീവ് സൊസൈറ്റി മീനിങ് ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഇതൊരു വോളണ്ടറി അസോസിയേഷൻ ആണ്. ഹു ജോയിൻസ് ടുഗദർ വിത്ത് മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ്. ഇതിലെ അംഗങ്ങളുടെ പുരോഗതി, ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ദ മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. എല്ലാവരും ഒരാൾക്ക് വേണ്ടിയും എല്ലാവരും ഒന്നിച്ചും എല്ലാവരും ഓരോരുത്തരും ഒന്നിച്ച് എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയും, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയും എന്ന കാഴ്ചപ്പാടാണ് ഉപയോഗിക്കുന്നത്. ഡെഫിനിഷൻ: ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 സൊസൈറ്റി ആക്ട് പ്രകാരം എ സൊസൈറ്റി വിച്ച് ഹാസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ഫോർ എ പ്രൊമോഷൻ ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് അക്കോർഡൻസ് വിത്ത് ദ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കോഓപ്പറേറ്റീവ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയിലുള്ള വ്യക്തികളുടെ, അതിലെ അംഗങ്ങളായിരിക്കുന്ന വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക ഉന്നമനത്തിനായിട്ട് സഹായിക്കുന്ന സ്ഥാപനമാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അവയുടെ പ്രത്യേകത: ഇറ്റ്സ് എ വോളണ്ടറി മെമ്പർഷിപ്പ്. ഇതിന് നിയമപരമായ സ്റ്റാറ്റസ് ഉണ്ട്. കേസ് കൊടുക്കാനും കേസിൽ ഉൾപ്പെടുവാനുമുള്ള സ്റ്റാറ്റസ് ഉണ്ട്. ലയബിലിറ്റി, അംഗങ്ങളുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. കൺട്രോള് ഉണ്ട്. അവയ്ക്ക് ആ അംഗങ്ങളുടെ മേലും ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മേലും നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റും. സർവീസ് മോട്ടീവ്, ഇത് സേവന തൽപരതയോടുകൂടി തുടങ്ങിയിരിക്കുന്ന സ്ഥാപനമാണ്. ഇതിലുണ്ടാകാവുന്ന ലാഭം, സർപ്ലസ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ലാഭം എന്ന് വിശേഷിപ്പിക്കത്തില്ല, കാരണം ഇത് ഒരു സർവീസ് മോട്ടീവായ സംഘടനയായതിനാൽ ഇവിടെ സർപ്ലസ്, അധിക തുക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതാണ് സർപ്ലസ് എന്ന് പറയുന്നത്. അധികം സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അംഗങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുന്നു. അടുത്ത, ഇതിന്റെ അഡ്വാൻറ്റേജ്, മെറിറ്റ് എന്താണെന്ന് പറയും. ഇക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ്, എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള, വൺ മാൻ വൺ വോട്ട് എന്നുള്ള ചിന്തയാണ് ഇവിടെ വരുന്നത്. എല്ലാവർക്കും വോട്ട് ചെയ്യാൻ, ഓരോ ആൾക്ക് ഓരോ മെമ്പർഷിപ്പിനും ഓരോ വോട്ട് വീതം ഇവർക്ക് ലഭ്യമാകും. ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇതിനൊരു തുടർച്ചയുണ്ട്. ഇക്കോണമി ഇൻ ഓപ്പറേഷൻസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സമർപ്പിക്കുന്നു. ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് കിട്ടും. ഈസി ടു ഫോം, തുടങ്ങാൻ എളുപ്പമാണ്. മെമ്പർഷിപ്പ് ഓപ്പൺ ആണ്. ഏത് പ്രദേശത്ത് ആരെ ഉദ്ദേശിച്ചാണ് തുടങ്ങിയിരിക്കുന്നത് അതിലുള്ള എല്ലാവർക്കും ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ പോരായ്മകളുണ്ട്. ലിമിറ്റഡ് റിസോഴ്സ്, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമുള്ളത് കൊണ്ട് റിസോഴ്സ് ലിമിറ്റഡ് ആയിരിക്കും. മാനേജ്മെന്റ് ഇൻഎഫിഷ്യന്റ് ആവാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിനകത്തെ മെമ്പേഴ്സിന്റെ മാത്രമേ പ്രവർത്തനങ്ങളെ ഇതിനകത്ത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മാനേജ്മെന്റ് ഇൻഎഫിഷ്യന്റ് ആവും. ലാക്ക് ഓഫ് സീക്രസി നഷ്ടപ്പെടും. കാരണം ഒത്തിരി പേര് ഉള്ളത് കൊണ്ട് സീക്രസി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റിന്റെ നിയന്ത്രണം ഉള്ളത് കൊണ്ട് ഒരു പരിധിക്കപ്പുറം വളരാൻ പറ്റുകയില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഒപ്പീനിയൻ, ഒത്തിരി പല അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ, മോട്ടിവേഷന്റെ പോരായ്മകളുണ്ട്. അടുത്തത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വ്യത്യസ്തമായ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എലിമിനേറ്റ് മിഡിൽമെൻ, ഇടനിലക്കാരുടെ ഇടപെടൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്ന്.
കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. കൺസ്യൂമേഴ്സിൻ്റെ ആണോ അതിൻ്റെ പ്രധാന ഉദ്ദേശം എസ്റ്റാബ്ലിഷ് ഡയറക്റ്റ് റിലേഷൻ വിത്ത് പ്രൊഡ്യൂസേഴ്സുമായിട്ട് റിലേഷൻ സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നു. ഫോംഡ് ബൈ കൺസ്യൂമേഴ്സ്, ഇത് രൂപീകരിച്ചിരിക്കുന്ന കൺസ്യൂമേഴ്സ് തന്നെയാണ്. രണ്ട്, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടോ ബിഗ് ക്യാപിറ്റലിസ്റ്റുകളുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിലനിൽപ്പിനായിട്ട് ശ്രമിക്കുന്നു. ടു പ്രൊക്യൂർ ഇൻപുട്ട് ഓഫ് ദി പ്രൊഡക്ഷൻ ആവശ്യമുള്ള സാധനങ്ങൾ കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നു. ഇത് രൂപീകരിക്കുന്നത് ചെറിയ തരം പ്രൊഡ്യൂസേഴ്സ്, സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എലിമിനേറ്റ് മിഡിൽമാനെ ഒഴിവാക്കുക എന്നുള്ളത്, എന്നിട്ട് പ്രോഡക്റ്റ് അറ്റ് പ്രോഫിറ്റ്, ലാഭത്തിൽ വിൽക്കുക. ഫോംഡ് ബൈ സ്മോൾ പ്രൊഡ്യൂസേഴ്സ്, അവർ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകളെ വിറ്റഴിക്കുന്നതിനായിട്ട് ഇടനിലക്കാരുടെ ഒഴിവാക്കി ഇടനിലക്കാരുടെ കയ്യിലേക്ക് പോകുന്ന ലാഭം അവരുടെ കയ്യിൽ തന്നെ ലഭിക്കുന്നതിന് സഹായിക്കുന്നു. അടുത്തത് ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്, കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാനും അവരുടെ പ്രോഡക്റ്റ് ന്യായമായ വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും സഹായിക്കുന്നതിനായിട്ട് ചെറിയ കർഷകർ ആരംഭിച്ചിരിക്കുന്ന സൊസൈറ്റിയാണ് ഫാമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇത് ടു പ്രൊട്ടക്ട് മെമ്പേഴ്സ്, കാരണം മണി ലെൻഡേഴ്സിൻ്റെ നിന്നും, അതായത് പലിശയ്ക്ക് പണം നൽകുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്നും ഈ സ്ഥാപനത്തിലെ അംഗങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായി സഹായിക്കുന്ന സംവിധാനമാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ടു ഹെൽപ്പ് പീപ്പിൾ വിത്ത് എ ലിമിറ്റഡ് ഇൻകം, കുറഞ്ഞ വരുമാനമുള്ള, ഒരു നിശ്ചിത വരുമാനത്തിൽ താഴെ വരുമാനം മാത്രമുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്നതാണ്. ടു കൺസ്ട്രക്ട് ഹൗസ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്, കുറഞ്ഞ ചെലവിൽ വീടുകൾ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ്. ദ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നതിന് മാക്സിമം എത്ര പേര് വേണം? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നതിന് വേണ്ട ആളുകളുടെ എണ്ണം 10 എന്നാണ് പറയുന്നത്. ഇത് മാർച്ച് 2010 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അടുത്ത, എ പാർട്ണർ ഹൂസ് അസോസിയേഷൻ വിത്ത് ദ ഫോം ഈസ് അൺനോൺ ടു ദ ജനറൽ പബ്ലിക് ഈസ് കോൾഡ് ആസ്, അതായത് ഒരു പാർട്ണർഷിപ്പിൽ ഒരു പാർട്ണറെ പൊതുജനം അറിയാതെ പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ണറായി നിലകൊള്ളുന്നു. 2016 ചോദിച്ച ചോദ്യമാണ്, മാർച്ചിലെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അത്തരം പാർട്ട്നേഴ്സിനെ അറിയപ്പെടുന്ന സീക്രട്ട് പാർട്ട്നേഴ്സ് എന്നാണ്. അടുത്തതായിട്ട് 2015 സേ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈസ് ഡാഷ് ഓപ്ഷണൽ നോട്ട് കമ്പൽസറി എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇതാ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി പർപ്പസ് ഓഫ് ഫോം ആൻ ഓർഗനൈസേഷൻ ടു സേഫ് ഗാർഡ് ദംസെൽസ് ഫ്രം ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ ലാർജ് സ്കെയിൽ മാനുഫാക്ചേഴ്സ് ആൻഡ് ടു ഗെറ്റ് ബെറ്റർ പ്രൈസ് ഫോർ ദെയർ പ്രോഡക്റ്റ്. ഒരു പ്രദേശത്തെ റബ്ബർ കർഷകരെല്ലാം അവരുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരുടെ, അതായത് ലാർജ് സ്കെയിലിൽ മാനുഫാക്ചറിങ് നടത്തുന്നവരുടെ കയ്യിലെ എക്സ്പ്ലോയിറ്റേഷൻസ് ഒഴിവാക്കുന്നതിനായിട്ട്, ചൂഷണം ഒഴിവാക്കുന്നതിനായിട്ട്, അതുതന്നെയല്ല അവരുടെ പ്രോഡക്റ്റിന് നല്ല വില ലഭിക്കുന്നതിനുമായിട്ടും അവരെ ഒരു സംരംഭം ആരംഭിച്ചാൽ കൊള്ളാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ അതേത് തരം സംരംഭമാണ് തുടങ്ങേണ്ടത്? അതായത് സജസ്റ്റ് ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ മോസ്റ്റ് സ്യൂട്ടബിൾ ദീസ് ഫാർമേഴ്സ്, കർഷകർക്ക് അനുയോജ്യമായ സ്ഥാപനം ഏതാണ്? അതായത് പാർട്ണർഷിപ്പാണോ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പാണോ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് ആണോ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ എന്നുള്ള ചോദ്യമാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തുടങ്ങുന്നതിനാണ് അവർക്ക് കൂടുതൽ അനുയോജ്യം. കാരണം അവരുടെ പ്രോഡക്റ്റുകൾ നല്ല വിലയ്ക്ക് വിൽക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 4 മാർക്കിന് 2011 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. അതിൻ്റെ പ്രത്യേകതകൾ: 1 വോളണ്ടറി മെമ്പർഷിപ്പ്, ലീഗൽ സ്റ്റാറ്റസ്, ലിമിറ്റഡ് ലയബിലിറ്റി, 4 കൺട്രോൾ, 5 സർവീസ് മോട്ടീവ്, 6 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. ഇത് നിങ്ങളുടെ ചെറിയ ഭാഷയിൽ നിങ്ങൾ ചെറുതായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനിവിടെ ശ്രദ്ധിക്കുമല്ലോ. അടുത്ത 5ാമത്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് എ പേഴ്സൺ ഹു ജോയിൻ together with the motive welfare of the members, state any 2 merits of the cooperative society. 2015 മാർച്ചിൽ 2 മാർക്കിന് ചോദിച്ചതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? 1 ഇക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ്, 2 ലിമിറ്റഡ് ലയബിലിറ്റി, കണ്ടിന്യൂറ്റി, ഇക്കണോമി ഇൻ ഓപ്പറേഷൻസ്. ഇത് 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത, മിസ്റ്റർ കുമാർ ആൻഡ് ബഷീർ ഹാവ് സ്റ്റാർട്ടഡ് എ അൺരജിസ്റ്റേർഡ് ബിസിനസ് ഓൺ ദി ബേസ് ഓഫ് ആൻ എഗ്രിമെന്റ്. അവരൊരു എഗ്രിമെന്റ് തുടങ്ങിക്കൊണ്ട്, എഗ്രിമെന്റ് എഴുതിക്കൊണ്ട് അവർ രണ്ടോട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഐഡന്റിഫൈ ദ ഫോളോയിങ് ബിസിനസ് ഓഫ് ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏത് തരം ബിസിനസ് ആണെന്ന് പറയാം. ഇതിന്റെ പ്രത്യേകതകൾ പറയാം.
2015 മാർച്ചിൽ 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഇത് പാർട്ണർഷിപ്പ് ബിസിനസ് എന്നാണ് ഇതിനെ നമുക്ക് വിളിക്കുന്നത്. ഇത് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സാണിത്. ഇതിൻ്റെ പ്രത്യേകതകൾ: 1 മെമ്പർഷിപ്പ് എഗ്രിമെന്റ്, 2 3 ലോഫുൾ ബിസിനസ്, ഷെയറിംഗ് പ്രോഫിറ്റ്സ്, അൺലിമിറ്റഡ് ലയബിലിറ്റി, മ്യൂച്വൽ ഏജൻസി ആൻഡ് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. അടുത്ത ഭാഗം പറയുന്നത് 1 man 1 vote. ഒരു മനുഷ്യന് ഒരു വോട്ട് ഈസ് വൺ ഓഫ് ദി ഫീച്ചർ ഓഫ് ദിസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഏത് തരം ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രത്യേകതയാണിത്? ഐഡന്റിഫൈ ദ ഓർഗനൈസേഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 2015 സേ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയാണിത്. അവയുടെ മെറിറ്റ്: 1 ഇക്വാലിറ്റി ഇൻ വോട്ടിംഗ് സ്റ്റാറ്റസ്, 2 ലിമിറ്റഡ് ലയബിലിറ്റി, 3 കണ്ടിന്യൂറ്റി, 4 ഇക്കോണമി ഇൻ ഓപ്പറേഷൻ. ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസ്, ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ്, ലാക്ക് ഓഫ് സീക്രസി, ഗവൺമെന്റ് കൺട്രോൾ. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. 8ാമത്തെ, മിസ്റ്റർ മധു ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ ന്യൂ റെസ്റ്റോറൻറ്റ് ഇൻ ഓർഡർ ടു മീറ്റ് ദ ക്യാപിറ്റൽ റിക്വയർമെന്റ്. മധു ഒരു ഹോട്ടൽ തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷേ ആവശ്യത്തിന് മൂലധനം വേണം. ഹീ സീക്സ് ദ ഹെൽപ്പ് ഓഫ് ഫ്രണ്ട്സ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ശ്രീറാമിനോടുകൂടെ സഹായം ആവശ്യപ്പെട്ടു. അറ്റ് ലാസ്റ്റ് മധു ആൻഡ് ശ്രീറാം അവർ രണ്ടുകൂടെ ഒന്നിച്ചു ചേർന്ന് ഒരു നിശ്ചിത എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. ഐഡന്റിഫൈ ദ ഫോം. ഏത് തരം ബിസിനസ്സാണ്? ദേ ഡിസൈഡ് ടു ഫോം. അവർ ഫോം ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രത്യേകതകളും പോരായ്മകളും എഴുതുക. 2015 സേ പരീക്ഷയ്ക്ക് 8 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അതിൻ്റെ പ്രത്യേകത പാർട്ണർഷിപ്പ് എന്നാണ്. അതിൻ്റെ മെറിറ്റ്: ഈസി ടു ഫോം ആൻഡ് ഡിസോൾവ്, ബാലൻസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, മോർ ക്യാപിറ്റൽ, ഷെയറിംഗ് ഓഫ് റിസ്ക്, മെയിൻറ്റെയിൻ സീക്രസി. ഡിമെറിറ്റ്സ്: അൺലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് റിസോഴ്സസ്, പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി, ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 8 മാർക്കിൻ്റെയാണ്. അതുകൊണ്ട് അല്പം എക്സ്പ്ലനേഷനും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ പാർട്ണർഷിപ്പ് ഡീഡ്. 2017 മാർച്ചിൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്? പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടൺ എഗ്രിമെന്റ് വിച്ച് സ്പെസിഫൈ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ദാറ്റ് ഗവേൺസ് ദ പാർട്ണർഷിപ്പ്. അതിൻ്റെ കണ്ടന്റ്, ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണ്? നെയിം ഓഫ് ദി ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഓൾ പാർട്ട്നേഴ്സ്, നേച്ചർ ഓഫ് ദി ബിസിനസ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, റൈറ്റ്, ഡ്യൂട്ടീസ്, ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ്, മെത്തേഡ്സ് ഓഫ് സോൾവിംഗ് ഡിസ്പ്യൂട്ട്സ്. അടുത്തത്, റാം ആൻഡ് റഹീം ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ മൊബൈൽ ഷോപ്പ് അറ്റ് ആലുവ. വിച്ച് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് സ്യൂട്ട്. അവർക്ക് പറ്റുന്ന ഫോം, രാമും റഹീമും ആലുവയിൽ ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. അവർക്ക് പറ്റുന്ന ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണ്? എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ. അവർക്ക് പറ്റുന്നത് പാർട്ണർഷിപ്പ് ഫേമാണ്. അത് മാർച്ച് 2017 4 മാർക്കിന് ചോദിച്ചതാണ്. ഇവർക്ക് പറ്റുന്നത് പാർട്ണർഷിപ്പ് ഫേമാണ്. എയുടെ ഉത്തരം പാർട്ണർഷിപ്പ് ഫേം എന്നാണ്. ഇനി ടൈപ്സ് പറയുമ്പോൾ ഈ 4 ടൈപ്പാണ് ഉള്ളത്. 1 പാർട്ണർഷിപ്പ് അറ്റ് വില്ല്, 2 പാർട്ടിക്കുലർ പാർട്ണർഷിപ്പ്, 3 ജനറൽ പാർട്ണർഷിപ്പ്, 4 ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഫോം വിത്തൗട്ട് സ്പെസിഫൈങ് ടൈം. ഒരു നിശ്ചിത സമയമില്ലാതെ ആണെങ്കിൽ അത് പാർട്ണർഷിപ്പ് അറ്റ് വില്ല്. സമയബന്ധിതമായിട്ടാണെങ്കിൽ പാർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. ഇനിയും ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എല്ലാവരും അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ ജനറൽ പാർട്ണർഷിപ്പ്. ഒരാളൊഴികെ മറ്റെല്ലാവരും അൺലിമിറ്റഡ് ആണെങ്കിൽ അത്, ഒരാളൊഴികെ ബാക്കി എല്ലാവരും ലിമിറ്റഡ് ആണെങ്കിൽ അത് ലിമിറ്റഡ് പാർട്ണർഷിപ്പ് എന്ന് വിശേഷിപ്പിക്കും. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. കാണുക, പഠിക്കുക, ഉയർന്ന മാർക്ക് വാങ്ങുക. തുടർന്ന് നല്ല പഠനത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് വീഡിയോ അക്കൗണ്ടൻസിയുടെയും ബിസിനസ് സ്റ്റഡീസിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഇക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും വീഡിയോകൾ ഉടനുടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.